ഹലോ മക്കളെ, റോസ്നാസ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് കോമൺ ഫീച്ചേഴ്സാണ്. പ്രൈമേറ്റ്സിൻ്റെ കോമൺ ഫീച്ചേഴ്സ് മുതലാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്താണ് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഒരു കോമൺ ആൻസസ്റ്ററാണ്. ആരുടെയൊക്കെ? മാമൽസിൻ്റെ ഇതൊക്കെ മാമൽസിൻ്റെ മങ്കിയുടെയും എയ്പ്സിൻ്റെയും ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒക്കെ ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമേറ്റ്സ്. ഈ പ്രൈമേറ്റ്സിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് പൊതുവായിട്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് രണ്ടെണ്ണം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എ തമ്പ് ദാറ്റ് ക്യാൻ ബി ഒപ്പോസിറ്റ് ടു അതർ ഫിംഗേഴ്സ്. ഒരു തമ്പ് എന്ന് പറഞ്ഞാൽ തള്ള വിരൽ അല്ലേ, അത് ബാക്കി വിരലുകൾക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നതാണ്. ബൈനോക്കുലാർ വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊക്കെ എങ്ങനത്തെ വിഷനാണ്? ബൈനോക്കുലാർ വിഷനാണ് അല്ലേ. നമ്മുടെ രണ്ട് കണ്ണിലും ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. രണ്ടിനെയും കൂടി നമ്മുടെ ബ്രെയിനാണ് അതിനെ സമന്വയിപ്പിച്ച് നമുക്ക് ഒരു ഇമേജായിട്ട് കാണിച്ചു തരുന്നത്. ആ ടൈപ്പ് വിഷനാണ് ഇത് വിളിക്കുക ബൈനോക്കുലാർ വിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി 3 പോയിൻ്റ് നമ്മളവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് പോയിൻ്റ്, ഫ്ലാറ്റ് നെയിൽസ് ഓൺ ഫിംഗേഴ്സിൽ പരന്ന നഖങ്ങൾ. അത് നമ്മുടെ മാമൽസിനുള്ള ഒരു പൊതു സവിശേഷതയാണ്, ഫ്ലാറ്റ് നെയിൽസ് ഓൺ ഫിംഗേഴ്സ്. നെക്സ്റ്റ്, ലാർജ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ബ്രെയിൻ. കുറച്ചും കൂടി വികസിതമായ ബ്രെയിൻ, തലച്ചോറ്. ഫ്ലെക്സിബിൾ ഷോൾഡർ ജോയിൻറ്റ്സ് കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്. ഈ പോയിൻറ്റ്സ് കൂടി എഴുതി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാട്ടോ. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. പ്രൈമേറ്റ്സിനെ കണ്ടില്ലേ ഏറ്റവും താഴെ? ചിത്രം നമ്മൾ താഴെ നിന്നാണ് നോക്കേണ്ടത്. ഏറ്റവും താഴെ പ്രൈമേറ്റ്സ് എന്ന് കണ്ടു. ആ പ്രൈമേറ്റ്സിൽ നിന്നും ആന്ത്രോപോയിഡിയ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായി. ഇതിൽ നിന്നാണ് നമ്മുടെ കോമൺ ആൻസസ്റ്റർ ആയിട്ടുള്ള പ്രൈമേറ്റ്സിൽ നിന്ന് ആന്ത്രോപോയിഡിയ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായി. അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, സെർക്കോപിത്തക്കോയിഡേയും ഹോമിനോയിഡേയും. ഏതൊക്കെയാണ് ഈ സെർക്കോപിത്തക്കോയിഡ് എന്ന് പറഞ്ഞാൽ? അതിൽ തന്നെ ഈ ആന്ത്രോപോയിഡിയയിൽ ചെറിയ ബ്രെയിനുള്ളതും ടെയിലുള്ളതും വാലുള്ളതും സ്മോൾ സൈസ്ഡ് ബ്രെയിനുള്ളതും എന്തായിട്ട് മാറി? സെർക്കോപിത്തക്കോയിഡിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. പിന്നെയോ ബിഗ് സൈസ്ഡ് ബ്രെയിനും ടെയിലില്ലാത്തതിന് എന്താ? ഹോമിനോയിഡിയാക്കി. ഓക്കെ, പ്രൈമേറ്റ്സിൽ നിന്ന് ആന്ത്രോപോയിഡിയ ഉണ്ടായി. ആന്ത്രോപോയിഡിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു, സെർക്കോപിത്തക്കോയിഡേയും ഹോമിനോയിഡേയും. സെർക്കോപിത്തക്കോയിഡേക്ക് സ്മോൾ സൈസ്ഡ് ബ്രെയിനും ടെയിൽ ഉണ്ട്, ഹാവിങ് ടെയിലും ആയിരുന്നു. ഹോമിനോയിഡേക്കാണെങ്കിൽ ബിഗ് സൈസ്ഡ് ബ്രെയിനും വിത്തൗട്ട് ടെയിലും ആയിരുന്നു. ഈ സെർക്കോപിത്തക്കോയിഡേക്ക് നമുക്കൊരു എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ, മങ്കി മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട്. ഈ ഹോമിനോയിഡേക്കാണെങ്കിലോ 5 എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ഗിബ്ബൺ, ഒറാങ്ങുട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, ഹ്യൂമൻ. കണ്ടോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലാണ് നമ്മൾ വരുന്നത്, ഹ്യൂമൻ ബീയിങ്സ് വരുന്നത്. ഈ 2 കാറ്റഗറീസ് ഓഫ് ആന്ത്രോപോയിഡ് ഏതാണ്? അപ്പോൾ സെർക്കോപിത്തക്കോയിഡേയും ഹോമിനോയിഡേയും. കോമൺ കാറ്റഗറി ഇൻക്ലൂഡിങ് എയ്പ്സ് ആൻഡ് ഹ്യൂമൻസ്. എയ്പ്സും ഹ്യൂമൻസൊക്കെ ഉൾപ്പെടുന്ന കോമൺ കാറ്റഗറി ഏതാണ്? പ്രൈമേറ്റ്സ് ആണ്. താഴെ 2 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസറാണ് ടീച്ചറിപ്പോൾ പറഞ്ഞത്. കണ്ടില്ല ഇൻഡിക്കേറ്റേഴ്സ്? 2 കാറ്റഗറീസ് ഓഫ് ആന്ത്രോപോയിഡിയ. ഏതാണ്? സെർക്കോപിത്തക്കോയിഡേയും ഹോമിനോയിഡേയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കോമൺ കാറ്റഗറി ഇൻക്ലൂഡിങ് എയ്പ്സ് ആൻഡ് ഹ്യൂമൻസ്. എയ്പ്സും ഹ്യൂമൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ കോമൺ കാറ്റഗറിയുടെ പേരെന്താണ്? പ്രൈമേറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. പേജ് നമ്പർ 52ലേക്ക് പോകാം. ഇവിടെ നോക്കിയേ, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഫോസിൽസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഡിസ്ക്ലോസിങ് ദ ഹിസ്റ്ററി ഓഫ് ഇവല്യൂഷൻ. നമ്മൾ പഠിച്ചാണ്, എവിഡൻസസ് പഠിച്ചാണ് ഫോസിൽസിന് ഇവല്യൂഷൻ്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനായിട്ട് നല്ലൊരു റോൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചതാണ്. ദ സയൻറ്റിഫിക് വേൾഡ് ഹാസ് സക്സീഡഡ് ഇൻ എക്സ്പ്ലെയിനിങ് ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ ബേസ്ഡ് ഓൺ ദി അവൈലബിൾ ഫോസിൽസ്. ഹ്യൂമൻ ഇവല്യൂഷനെ കുറിച്ചിട്ട് ഫുള്ളായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സയൻറ്റിഫിക് വേൾഡിന് സാധിച്ചിട്ടുണ്ട്. എന്തിൻ്റെ ബേസിലാണ്? അവൈലബിൾ ആയിട്ടുള്ള ഫോസിലിൻ്റെ ബേസിൽ ഇവല്യൂഷൻ്റെ ഹിസ്റ്ററി ഫുള്ളായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? സയൻറ്റിഫിക് വേൾഡിന് സാധിച്ചിട്ടുണ്ട്. There may be other organisms also in human evolutionary path from the MRCA which connect chimpanzees and human beings. ചിമ്പാൻസിയും ഹ്യൂമൻ ബീങ്സിൻ്റെ ഇടയിൽ അതിനിടയിൽ എന്താണ്? കുറച്ച് MRCA ഒക്കെ ഉണ്ട്. ഇവിടെ നോക്കൂ, 6ാമത്തെ ആളാണ് ഹോമോസാപ്പിയൻസ്, അതായത് മോഡേൺ മാൻ. അതിന് മുമ്പ് നമുക്ക് മറ്റ് 5 പേരെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ആളാരാണ്? സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. T സൈലൻ്റാണ്, നമ്മൾ ചാഡൻസിസ് എന്നാണ് വായിക്കുക. 2ാമത്തെ ആൾ ആസ്ട്രലോപിത്തക്കസ്. 3ാമത്തെ ആൾ ഹോമോ ഹാബിലിസ്. 4ാമത്തെ ആൾ ഹോമോ ഇറക്റ്റസ്. 5ാമത്തെ ആൾ ഹോമോ നിയാണ്ടർതാലൻസിസ്. 6ാമത്തെ ആൾ ഹോമോസാപ്പിയൻസ് അല്ലേ. ആദ്യത്തെ 2 പേർക്ക് മാത്രമാണ് ഹോമോ ഇല്ലാത്തതുള്ളൂ അല്ലേ, ബാക്കി എല്ലാവർക്കും ഹോമോ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സഹലാന്ത്രോപ്പസ് ചാഡൻസിസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഫസ്റ്റ് ലിങ്ക് ഇൻ ദി ഹ്യൂമൻ ഇവല്യൂഷണറി സീരീസ് നമുക്കറിയാം അല്ലേ. ഹ്യൂമൻ ഇവല്യൂഷണറി സീരീസിലെ ആദ്യത്തെ കണ്ണിയാണ് നമ്മുടെ സഹലാന്ത്രോപ്പസ് ചാഡൻസിസ് എന്ന് പറയുന്നത്. ഫോസിൽസ് ഹാവ് ബീൻ എക്സ്കവേറ്റഡ് ഫ്രം ചാഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ചാഡിൽ നിന്നാണ് ഫോസിൽസൊക്കെ എക്സ്കവേറ്റഡ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ചാഡൻസിസ് എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ ക്രൈനിയൽ കപ്പാസിറ്റി എത്രയാണ്? 350 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ നമ്മൾ ഓരോ ലിങ്കിനെയും പഠിക്കുമ്പോൾ അവരുടെ ക്രൈനിയൽ കപ്പാസിറ്റി കൂടി പഠിച്ചുകൊണ്ട് വരണം. നമുക്കത് അത് കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗത്ത് ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് സഹലാന്ത്രോപ്പസ് ചാഡൻസിസ് ആണ്. ആഫ്രിക്കയിലെ ചാഡിൽ നിന്നാണ് ഇതിൻ്റെ ഫോസിലൊക്കെ കിട്ടിയിട്ടുള്ളത്. ക്രൈനിയൽ കപ്പാസിറ്റി 350 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ. സെക്കൻഡ് വൺ ആണ് ആസ്ട്രലോപിത്തേക്കസ്. ആസ്ട്രലോപിത്തേക്കസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഫോസിൽസ് ഓഫ് ഓർഗാനിസം ബിലോങ്ങിങ് ടു ദിസ് ഗ്രൂപ്പ് ഹാവ് ബീൻ ഒബ്റ്റെയിൻഡ് ഫ്രം ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് മിക്കവാറും ഫോസിലുകളൊക്കെ കിട്ടിയിട്ടുള്ളത്. ദ സ്കെലിറ്റൽ സ്ട്രക്ചർ കൺഫേംസ് ബൈപെഡലിസം. സ്കെലിറ്റൽ സ്ട്രക്ചർ എന്താണ് കൺഫേം ചെയ്യുന്നത്, ഉറപ്പിക്കുന്നത്? ബൈപെഡലിസം. എന്താണ് ബൈപെഡലിസം എന്ന് പറഞ്ഞാൽ? 2 കാലിൽ നടന്നിരുന്നവരാണ് അവരെന്ന് ഉള്ള തെളിവാണ് നമുക്ക് സ്കെലിറ്റൽ സ്ട്രക്ചറിൽ നിന്ന് കിട്ടുന്നത്. അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി എത്രയായിരുന്നു? 450 സെൻറ്റിമീറ്റർ ക്യൂബായിരുന്നു. തേർഡ് വൺ ആണ് ഹോമോ ഹാബിലിസ്. ഹോമോ ഹാബിലിസിൻ്റെ ഫോസിൽസ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് ഫോസിൽസ് കിട്ടിയത്. ലാർജ് സ്കൾ ഉണ്ടായിരുന്നു. മെയ്ഡ് ടൂൾസ് വിത്ത് സ്റ്റോൺസ് യൂസിങ് ഹാൻഡ്സ്, ലീവ്ഡ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്, ബിഗാൻ ഹണ്ടിങ്. കുറച്ചധികം പോയിൻറ്റ്സ് പഠിക്കാനുണ്ട് അല്ലേ. ലാർജ് സ്കൾ, അവരുടെ തലയോട്ടി എന്തായിരുന്നു? വലുതായിരുന്നു. പിന്നെയോ മെയ്ഡ് ടൂൾസ് വിത്ത് സ്റ്റോൺസ് കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നു. യൂസിങ് ഹാൻഡ്സ്. അടുത്ത പോയിൻ്റ് എന്താണ്? ലീവ്ഡ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്. ചെറിയ ഗ്രൂപ്പ്സായിട്ട് അവർ താമസിച്ചിരുന്നു അല്ലേ. ഒരു സാമൂഹ്യ ജീവിതം അവർ തുടങ്ങി വെച്ചു. ബിഗാൻ ഹണ്ടിങ്, വേട്ടയാടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഹോമോ ഹാബിലിസിൽ നമുക്ക് കുറച്ചധികം പോയിൻറ്റ്സ് പഠിക്കാനുണ്ട്. ലാർജ് സ്കള്, മെയ്ഡ് ടൂൾസ് വിത്ത് സ്റ്റോൺസ്, യൂസിങ് ഹാൻഡ്സ്, ലീവ്ഡ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്, ബിഗാൻ ഹണ്ടിങ്. അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി 600 സെൻറ്റിമീറ്റർ ക്യൂബായിരുന്നു. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, സഹലാന്ത്രോപ്പസ് ചാഡൻസിസിന് 350 സെൻറ്റിമീറ്റർ ക്യൂബായിരുന്നു. ആസ്ട്രലോപിത്തക്കസിന് 450 സെൻറ്റിമീറ്റർ ക്യൂബായി, കുറച്ച് കൂടി അല്ലേ. ഹോമോ ഹാബിലിസിന് 600 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഹോമോ ഇറക്റ്റസിന് 900 സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താണ് മനസ്സിലാവുക? ക്രേനിയൽ കപ്പാസിറ്റി കൂടി വരുന്നുണ്ടെന്ന് മനസ്സിലാവും അല്ലേ. ഓക്കെ. ഹോമോ ഇറക്റ്റസിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. ഫോസിൽസ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ആഫ്രിക്ക, ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഫോസിൽസ് എന്താണ്? ആഫ്രിക്കയിൽ നിന്ന് മാത്രമല്ല ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും കൂടി കിട്ടിയിട്ടുണ്ട്. ബാക്കി നമ്മൾ മുൻപ് പഠിച്ചതിൻ്റെ ഒക്കെ എന്താണ്? ആഫ്രിക്കയിൽ നിന്ന് മാത്രമായിരുന്നു ഫോസിൽസ് കിട്ടിയിരുന്നത്. ദേ വെർ ഏബിൾ ടു വാക്ക് അപ്രൈറ്റ് ഓൺ 2 legs. 2 കാലിൽ നിവർന്ന് നടക്കാൻ ഇവർക്ക് കഴിയുമായിരുന്നു. നമ്മൾ നേരത്തെ ആരുടെയാണ് ബൈപെഡലിസം പറഞ്ഞത്? ആസ്ട്രലോപിത്തക്കസിൻ്റെ അല്ലേ. ബൈപെഡലിസം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അവർ 2 കാലിൽ നടക്കാമെന്ന് മാത്രമേ നിവർന്ന് നടക്കുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഹോമോ ഇറക്റ്റസിനായപ്പോഴത്തേക്ക് എന്താണ്? വാക്ക് അപ്രൈറ്റ് ഓൺ 2 legs, നിവർന്ന് 2 കാലിൽ നടക്കാവുന്ന ജീവികളായിട്ട് മാറി. ലാർജ് ഫോർഹെഡ്, നെറ്റി വലിയ നെറ്റിയായിരുന്നു. ഒംനിവോഴ്സ് ആയിരുന്നു അല്ലേ, മനുഷ്യനെ പോലെ എല്ലാം തിന്നുന്ന, പച്ചക്കറി മാത്രമോ ഇത് മാത്രമോ കഴിക്കുന്നവരായിരുന്നില്ല. അവരെന്താണ്? ഈ ചെടികളും ഇറച്ചിയും അതൊക്കെ കഴിക്കുന്ന ടൈപ്പ് ആൾക്കാരായിരുന്നു. യൂസ്ഡ് എക്സലൻറ്റ് സ്റ്റോൺ വെപ്പൺസ് ഫോർ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് എക്സലൻ്റ് ആയിട്ടുള്ള സ്റ്റോൺ വെപ്പൺസ് അവർ യൂസ് ചെയ്തു. മുമ്പ് നമ്മൾ പഠിച്ച സ്റ്റോൺ കൊണ്ട് ടൂൾസ് മെയ്ഡ് ചെയ്തിരുന്നു. അതൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജാണ്, അവരുണ്ടാക്കി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഹോമോ ഇറക്റ്റസ് ഒക്കെ ആയപ്പോഴത്തേനും എന്താണ്? അവർക്ക് നല്ല ആയുധങ്ങൾ ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാനും കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഹോമോ ഇറക്റ്റസിൻ്റെ ഫീച്ചേഴ്സ്? വാക്ക് അപ്രൈറ്റ് ഓൺ 2 legs, ലാർജ് ഫോർഹെഡ്, ഓംനിവോഴ്സ്, യൂസ്ഡ് എക്സലൻറ്റ് സ്റ്റോൺ വെപ്പൺസ് ഫോർ ഹണ്ടിങ്. ഓക്കെ. അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി 900 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഈ ഹോമോ നിയാണ്ടർതാലൻസിസ് കണ്ടംപററീസ് ഓഫ് മോഡേൺ മാൻ്റെ സമകാലികനായിരുന്നു. അതായത് മോഡേൺ മാൻ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ ഇവരും കുറച്ച് നാളൊക്കെ ഉണ്ടായി കാണണം. ഫോസിൽസ് ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം ജർമ്മനിയിൽ നിന്നാണ് ഫോസിൽസ് കിട്ടിയത്. ദ ഹാഡ് സ്മോൾ സ്ലോപ്പിംഗ് ഫോർഹെഡ് ആൻഡ് തിക്ക് ഐബ്രോസ്. ചെറിയ സ്ലോപ്പിംഗ് ആയിട്ടുള്ളൊരു നെറ്റിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. തിക്കായിട്ടുള്ള ഐബ്രോസ് ഉണ്ടായിരുന്നു. ദ ബെറീഡ് ഡെഡ് ബോഡീസ്, അവർ ഡെഡ് ബോഡീസ് മറവ് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ ഹോമോ നിയാണ്ടർതാലൻസിസിൽ കാണുന്നത് അല്ലേ. അപ്പോൾ ജർമ്മനിയിൽ നിന്നാണ് നമ്മുടെ എവിഡൻസസ് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ കണ്ടംപററീസ് ആരാണെന്ന് ചോദിക്കും. മോഡേൺ മാൻ്റെ കണ്ടംപററീസ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹോമോ നിയാണ്ടർതാലൻസിസ് ആണ്. അവരുടെ ഫീച്ചേഴ്സ് സ്മോൾ സ്ലോപ്പിംഗ് ഫോർഹെഡ്, ചെറിയ ചെരിഞ്ഞ നെറ്റിത്തടം, തിക്ക് ഐബ്രോസ്, ദ ബെറീഡ് ഡെഡ് ബോഡീസ്. ഓക്കെ. അപ്പോൾ അവരുടെ ഇപ്പോൾ 1450 സെൻറ്റിമീറ്റർ ക്യൂബാണ് അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്.
നെക്സ്റ്റാണ് ലാസ്റ്റാണ് നമ്മുടെ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത്. മോഡേൺ മാൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഹോമോസാപ്പിയൻസ്. ദ അക്വേർഡ് ടെക്നോളജി ആൻഡ് അഗ്രികൾച്ചർ മെത്തേഡ്സ് അല്ലേ. മോഡേൺ മാൻ്റെ ടെക്നോളജിയും അഗ്രികൾച്ചർ മെത്തേഡ്സൊക്കെ അക്വയർ ചെയ്തു. ദ ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ് ആൻഡ് ബിൽറ്റ് സിറ്റീസ്, മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്തുകയും സിറ്റീസൊക്കെ ബിൽഡ് ചെയ്യുകയും ചെയ്തു. ദേ ആർ കൾച്ചറലി ദ മോസ്റ്റ് ഇവോൾവ്ഡ് കാറ്റഗറി. കൾച്ചറലി ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ് ആണ് മോസ്റ്റ് ഇവോൾവ്ഡ് ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രേനിയൽ കപ്പാസിറ്റി ഫസ്റ്റ് ടു ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോമോനിയാണ്ടർതാലൻസിന് 1450 സെൻറ്റിമീറ്റർ ക്യൂബും ഹോമോസാപ്പിയൻസിന് 1350 സെൻറ്റിമീറ്റർ ക്യൂബുമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറയൽ ചെയ്ത് അതുവരെ ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് ഹോമോനിയാണ്ടർതാലൻസിന് 1450 ഹോമോസാപ്പിയൻസിനായപ്പോഴത്തേക്കും കുറഞ്ഞ് 1350 സെൻറ്റിമീറ്റർ ക്യൂബ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കണം. ജസ്റ്റ് ഒന്ന് കുറഞ്ഞു അല്ലേ. ഹോമോസാപ്പിയൻസിന് ഹോമോനിയാണ്ടർതാലൻസിനേക്കാളും ക്രേനിയൽ കപ്പാസിറ്റി കുറയാണ് ചെയ്തത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കണം. കാരണം മോഡേൺ മാൻ ആണെങ്കിൽ കുറച്ചും കൂടി സോഷ്യൽ ലൈഫൊക്കെ കൊണ്ടുപോകാനുള്ള കഴിവാണ് ബ്രെയിനുണ്ടായിരുന്നത്. ആ ഭാഗമാണ് ബ്രെയിനിൻ്റെ ഡെവലപ്പ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ ഹോമോനിയാണ്ടർതാലൻസിനാണെങ്കിൽ അവരുടെ വിഷനും ബോഡി കൺട്രോളിനൊക്കെ പറ്റുന്ന ഭാഗമാണ് ബ്രെയിനാണ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ താഴെ ഒരു കോളം കൊടുത്തിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹ്യൂമൻസ്, ക്രേനിയൽ കപ്പാസിറ്റി, ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് ക്രേനിയൽ കപ്പാസിറ്റി എഴുതാൻ എളുപ്പമാണല്ലോ. അതിൽ നോക്കിയിട്ട് നമുക്ക് എഴുതിയാൽ മതി. ആദ്യം തൊട്ട് 350, 450, 600, 900, 1450, 1350 നമുക്ക് എഴുതിയാൽ മതി. ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുമ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം അവിടേക്ക് എടുത്തെഴുതുക. പ്രധാനപ്പെട്ടതെല്ലാതും പഠിക്കണം. അവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം അങ്ങോട്ട് പകർത്തി എഴുതിയാൽ മതി. സഹലാന്ത്രോപ്പസ് ചാഡൻസിസ് ആകുമ്പോൾ ഫസ്റ്റ് ലിങ്കാണെന്നും ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയെന്നുള്ളതും എഴുതാം അല്ലേ. നമുക്ക് ആസ്ട്രലോപിത്തേക്കസ് ആണെങ്കിൽ ബൈപ്പഡലിസം നിർബന്ധമായിട്ട് എഴുതണം. ഹോമോ ഹാബിലിസ് ആകുമ്പോൾ ലാർജ് സ്കള്ള്, മെയ്ഡ് ടൂൾസ് വിത്ത് സ്റ്റോൺസ്, ലിവ്ഡ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്, ബിഗാൻ ഹണ്ടിങ്. അതിൽ ഏതെങ്കിലും 1-2 പോയിൻറ്റ്സ് അവിടെ എഴുതാം, ബാക്കി പഠിച്ച് വയ്ക്കുക. ഹോമോ ഇറക്റ്റസ് ആകുമ്പോൾ വാക്ക്, അപ്രൈറ്റ് ഓൺ 2 legs, ലാർജ് ഫോർ ഹെഡ്, ഒംനിവോസ്, യൂസ്ഡ് എക്സലൻറ്റ് സ്റ്റോൺ വെപ്പൺസ് ഫോർ ഹണ്ടിങ്. അതിൽ 2 പോയിൻ്റ് അവിടെ എഴുതുക, ബാക്കി പഠിച്ച് വയ്ക്കുക. ഹോമോനിയാണ്ടർതാലൻസിസ് ആകുമ്പോൾ they had small sloping forehead, thick eyebrows, they buried dead bodies. Homo sapiens ആകുമ്പോൾ they acquired technology and agricultural methods, they domesticated animals and built cities, they are culturally the most evolved category. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയി 1-2 അവിടെ എഴുതി വയ്ക്കുക, ബാക്കി പഠിച്ചു വയ്ക്കുക. ഈ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിലുണ്ടായ കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റ് ഏത് വരെയാണ് ചെയ്തത് അല്ലേ. ബ്രെയിനിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ക്രേനിയൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്തത് അല്ലേ. ഓരോ കണക്റ്റിംഗ് ലിങ്ക് നമ്മൾ നോക്കുമ്പോഴും അത് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഡെവലപ്മെൻറ്റ്, ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്തു നോക്കിയാൽ ടെക്സ്റ്റ് ബുക്കിലെ ലൈൻസ് നമുക്ക് നോക്കാം. ആ നീല ബോക്സിൽ ഒരു 3-ാമത്തെ ലൈനായിട്ട് ദിസ് ഗേവ് കോംപ്ലക്സ് സോഷ്യൽ ബിഹേവിയർ ടു മേക്ക് ടൂൾസ് ടു യൂസ് ലാംഗ്വേജ് അല്ലേ. കോംപ്ലക്സ് സോഷ്യൽ ബിഹേവിയർ ഉണ്ടാവാനും ടൂൾസൊക്കെ ഉണ്ടാക്കാനും ലാംഗ്വേജ് യൂസ് ചെയ്യാനും ആൻഡ് ടു പെർഫോം ഹയർ ലെവൽ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ നടത്താനും ഒക്കെ എന്ത് സഹായിച്ചു. ഈ ക്രേനിയൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനുണ്ടായ വർധനവ് സഹായിച്ചു. ദ ഇൻക്രീസ് ഇൻ ക്രേനിയൽ കപ്പാസിറ്റി ഹാസ് ഓൾസോ ഹെൽപ്ഡ് മാൻ ടു അഡാപ്റ്റ് ടു ചേഞ്ചിങ് എൻവറോൺമെൻറ്റ് അല്ലേ. മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയുമായി അഡാപ്റ്റ് ചെയ്യാനും എന്ത് സഹായിച്ചു, നമ്മുടെ ബ്രെയിനിൻ്റെ ക്രേനിയൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തത്. ഡെവലപ്പ് കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചു. ആൻഡ് ടു യൂസ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യാനും സഹായിച്ചു. Brain development laid the foundation for the transition from small brained ancestors to ഹോമോ സാപ്പിയൻസ്. ഈ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റാണ് എന്തിന് ഫൗണ്ടേഷൻ കുറിച്ചത്, ഈ എന്തിൻ്റെ ട്രാൻസിഷന് ഫ്രം സ്മോളർ ബ്രെയിൻഡ് ചെറിയ ബ്രെയിനുള്ള ജീവികളിൽ നിന്ന് ചെറിയ ബ്രെയിനുള്ള ആൻസസ്റ്റേഴ്സിൽ നിന്ന് ഹോമോ സാപ്പിയൻസിലേക്കുള്ള ട്രാൻസിഷന് കാരണമാകിയത് ഈ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റമാണ്. നമ്മൾ ആലോചിക്കും ഇത്രയും നേരം ഇവല്യൂഷൻ പഠിച്ചിട്ട് പെട്ടെന്ന് തന്നെ നെർവസ് സിസ്റ്റം ആയിപ്പോയല്ലോ എന്ന്. ഇതാണ് അതിന് കാരണം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റാണ് ഈ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമായത്. അപ്പോൾ ബ്രെയിൻ എങ്ങനെയാണ് ബ്രെയിനിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റം എന്നാണ് ഹെഡിങ്.
You know that the nervous system plays a major role in controlling and coordinating the vital functions of the body. നമുക്കറിയാം അല്ലേ, നമ്മുടെ ബോഡിയിലെ എല്ലാ വൈറ്റൽ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? നെർവസ് സിസ്റ്റം എന്ന് ആണ്. ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്തിട്ടുള്ള നെർവസ് സിസ്റ്റം ഫോം ചെയ്തിട്ടുള്ളത്? ബ്രെയിനും സ്പൈനൽ കോഡും നെർവ്സും റിസപ്റ്റേഴ്സും ഇതെല്ലാം ചേർന്നതാണ് എന്ത്? നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ ബോഡിയുടെ എല്ലാ വൈറ്റൽ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ബ്രെയിൻ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ്? ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഓരോന്നും എന്താണെന്നും ഇതൊക്കെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതും ഇതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നും ഒക്കെ നമുക്കറിയണം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 55 നോട്ട്സ് നമുക്ക് വായിക്കാം. സെൽ ബോഡി ഓർ സൈറ്റോൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ ന്യൂറോൺ. ന്യൂറോണിൻ്റെ സെൻറ്റർ എന്താണ്? സെൽ ബോഡി അല്ലെങ്കിൽ സൈറ്റോൺ എന്നാണ് വിളിക്കുക. സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ആൻഡ് സെൽ ഓർഗനൽസ് ആർ സീൻ ഹിയർ. അല്ലേ, നോർമൽ സെല്ലിനെ പോലെ തന്നെ സെൽ മെംബ്രെയിനും സൈറ്റോപ്ലാസം, ന്യൂക്ലിയസും സെൽ ഓർഗനൽസും ഒക്കെ കാണുന്നുണ്ട്. എന്താണ് ഈ സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ? കോശാംഗങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. നമ്മുടെ മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, എൻഡോപ്ലാസം റെട്ടിക്കുലം അതിനൊക്കെ ചേർത്താണ് നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറയുക. ദ ഫൈൻ ഫൈബേഴ്സ് അറൈസിങ് ഫ്രം ദി സെൽ ബോഡി ആർ കോൾഡ് ഡെൻഡ്രോൺസ്. അല്ലേ, നമ്മൾ കോൺ ഷേപ്പിൽ സെൽ ബോഡിയിൽ നിന്ന് റൈസ് ചെയ്യുന്ന ഫൈബേഴ്സിനെ എന്ത് വിളിക്കാം? ഡെൻഡ്രോൺ എന്ന് വിളിക്കുക. ദെയർ ബ്രാഞ്ചസ് ആർ കോൾഡ് ഡെൻഡ്രൈറ്റ്സ്. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്സ്. ദ മെസ്സേജസ് റിസീവ്ഡ് ബൈ ദി ഡെൻഡ്രൈറ്റ്സ് ഫ്രം ദി അഡ്ജസൻറ്റ് ന്യൂറോൺസ് ആർ ട്രാൻസ്മിറ്റഡ് ടു സൈറ്റോൺ ത്രൂ ദി ഡെൻഡ്രോൺസ്. അഡ്ജസൻറ്റ് ന്യൂറോണിൽ നിന്നും മെസ്സേജസ് റിസീവ് ചെയ്യണത് ഡെൻഡ്രൈറ്റ്സ് ആണ്. ആ മെസ്സേജസിനെ സൈറ്റോണിലേക്ക് കൊണ്ടുപോകുന്നത് ഡെൻഡ്രോൺ ആണ്. ഓക്കെ, ഇനി ദ ലോങ്ങസ്റ്റ് ഫൈബർ ഫ്രം ദി സെൽ ബോഡി ഈസ് കോൾഡ് ആക്സോൺ. ലോങ്ങസ്റ്റ് ഫൈബറിന് എന്താ വിളിക്കുക? ആക്സോൺ എന്നാണ് വിളിക്കുക. ഇറ്റ്സ് ബ്രാഞ്ചസ് ആർ കോൾഡ് ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആക്സോണൈറ്റ്. ഇനി നമ്മുടെ സെൽ ബോഡിയിൽ നിന്നുള്ള ഇമ്പൾസസ് ആക്സോണൈറ്റിലേക്ക് എത്തുന്നത് ആക്സോൺ വഴിയാണ്. ദ ഇമ്പൾസസ് ഫ്രം ദി സെൽ ബോഡി റീച്ചസ് ദി ആക്സോണൈറ്റ് ത്രൂ ദി ആക്സോൺസ്. ദ നോബ് ലൈക്ക് സ്ട്രക്ചർ സീൻ അറ്റ് ദി ടിപ്പ് ഓഫ് ദി ആക്സോണൈറ്റ് ഈസ് കോൾഡ് സിനാപ്റ്റിക് നോബ്. നോബ് പോലെ ഉരുണ്ടിരിക്കുന്ന ഭാഗങ്ങളുണ്ട് ആക്സോണൈറ്റിൻ്റെ ടിപ്പിലായിട്ട്. അതിനെയാണ് എന്ത് വിളിക്കുക? സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുക. ഇറ്റ് കണ്ടെയ്ൻസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ. അതിലെന്തുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അതിന് എക്സാമ്പിളാണ് അസറ്റൈൽ കോളിൻ എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കെമിക്കൽ മെസ്സേജസ് ആയിട്ടാണ്. അത് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൽ ലയിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഇന്ന് ഇത്രയും മതി. നമുക്ക് ന്യൂറോഗ്ലിയൽ സെൽസ് മുതൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തണം.